ആദ്യം ശ്രീമതി ദീപ്തി മേരി വർഗീസ്, ഇത് 7ാം തവണയാണ് സമീപകാലത്ത് പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നത്. ഇന്നത്തെ പരിപാടികളുടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരള സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കരുവന്നൂർ വിഷയത്തിൽ അടക്കം വലിയ വിമർശനങ്ങൾ പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നു. സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തെ നയിക്കുന്നവരെ നേരിട്ട് കടന്നാക്രമിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് CPM ആണ് ഇവിടെ BJPയുടെ വിമർശനത്തിന് ഇരയാവുന്നത്. അതിന് മറുപടിയായി മുഖ്യമന്ത്രിയും സംസാരിക്കുന്നു. അങ്ങനെ BJP വേഴ്സസ് ലെഫ്റ്റ് എന്നൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കപ്പെടുന്നുണ്ടോ? ഒരർത്ഥത്തിലും അങ്ങനൊരു പെർസ്പെക്റ്റീവ് ഇല്ല എന്ന് മാത്രമല്ല, ഇത് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളൊന്നും അത് വിശ്വസിക്കാനും പോകുന്നില്ല. കാരണം BJPയെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു ജുംലയാണ്. അത് അവർ തന്നെ പറഞ്ഞതാണ്. അത് കോൺഗ്രസ് നേതാക്കന്മാരോ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരോ അല്ലല്ലോ പറഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ അവർ പറയുന്ന ഒരു കാര്യമാണ്. അമിത്ഷാ പറയുന്നു, ഇവിടെ ശ്രീധരൻപിള്ള പറയുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയും. അതൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അത് BJPയുടെ മുഖമുദ്രയാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. അതുപോലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? BJPയെ സംബന്ധിച്ച് അവരുടെ ഇൻറ്റേർണൽ സർവേയിൽ പോലും, മറ്റു പല സർവേകളും നടന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ BJP വളരെ പിന്നിൽ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള സർവേകളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ തന്നെ സർവേയിൽ പല സംസ്ഥാനങ്ങളിലും, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള, ബീഹാർ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി പിന്നിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ച് പുതിയ നറേറ്റീവ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്താണ് നരേന്ദ്രമോദി ഇവിടെ വന്ന് പ്രസംഗിച്ചിരിക്കുന്നത്? അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ല. അദ്ദേഹം 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും നടത്തിയ അഴിമതിയെക്കുറിച്ച്. അത്തരത്തിലൊരു അഴിമതി നടത്തിയാൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാക്കന്മാരെ എന്താണ് BJP ചെയ്തിട്ടുള്ളത്? അത്തരത്തിൽ എന്താണ് ഇവിടെ മാത്രം, കേരളത്തിൽ മാത്രം ഒരു നടപടി എടുക്കാൻ കഴിയാത്തത്? ഇതൊക്കെ ജനങ്ങൾ ചിന്തിക്കില്ലേ? അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് പറയുകയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആണ് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഏത് തരത്തിലുള്ള അന്വേഷണമാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്? SFIOയെ വെച്ച് അന്വേഷിച്ചു. 2021 അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത വിഷയം. എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. 2021 ED വന്ന് അന്വേഷിച്ചിട്ട് അത് ആവിയായി എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ED വന്ന് അന്വേഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഈ SFIOയുടെ അന്വേഷണം വന്നു. SFIOയുടെ എന്താണ് അന്വേഷണം നമുക്കറിയാം. ഒരു ഏജൻസി അന്വേഷിച്ചിട്ട് ഇത് മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് EDക്കോ CBIക്കോ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 10 മാസം കഴിഞ്ഞ് തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ CPMനെ പ്രശ്നത്തിലാക്കുക, CPMന്റെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാൾ പോലെ അന്വേഷണം കിടക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനമന്ത്രി തൃശ്ശൂരിൽ CPMന്റെ അക്കൗണ്ടുകളിലാണ് പിടി വീണ്ടിരിക്കുന്നത്. IT ഡിപ്പാർട്ട്മെന്റിന്റെ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ ED കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ CPMന്റെ നേതാക്കൾ, ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ MP PK ബിജു, AC മൊയ്തീൻ, ഇങ്ങനെ നേതാക്കൾ ചോദ്യമുനയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളുടെ പാർട്ടി നേതാക്കളല്ല, അവരാണ് ചോദ്യം ചെയ്യലിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ CPMന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഈ തരത്തിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ഷനും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല ആ ആക്ഷൻ എന്തിനു വേണ്ടിയുള്ള പ്രത്യേകതര ആക്ഷനാണെന്നൊക്കെ ഈ സംസ്ഥാനത്തുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാകും. എന്തുകൊണ്ടാണ് AC മൊയ്തീനെ അറസ്റ്റ് ചെയ്യാതെ, എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ ചോദ്യം ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചല്ലോ. കഴിഞ്ഞ ദിവസം അതുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളുടെ നേതാവാണ് അനിൽ അക്കരെ. ഇതേ പാനലിൽ തന്നെ അഭിലാഷിൻ്റെ തന്നെ ഒരു ചർച്ചയുണ്ടായിരുന്നല്ലോ. വളരെ വ്യക്തമായി പറഞ്ഞില്ലേ എന്തെല്ലാം തെളിവുകളാണുള്ളത്. അറസ്റ്റ് ചെയ്യാനുള്ള മുഴുവൻ തെളിവുകൾ ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാതിരിക്കുക, ഇത് ഇവർ BJPയും CPMും തമ്മിലുള്ള ഒത്തുകളിയാണെന്നുള്ളത് ആർക്കാണ് മനസ്സിലാകാത്തത്? ഈ കേരളത്തിൽ സംഭവിച്ച മുഴുവൻ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കൂ. CPMുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഒരു തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള അന്വേഷണം നടക്കുന്നില്ല. ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമല്ലേ കരുവന്നൂരിൽ നടക്കുന്നത്? ഈ കരുവന്നൂരിന്റെ കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറയുന്നു കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത പോലെ എന്തുകൊണ്ടാണ് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്തത്? കേരളത്തിലെ, ഈ നാട്ടിലെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങളെ ഒന്നും
അഭിസംബോധന ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. ശരി. ഇവിടെ അഴിമതി എന്ന് ഇവിടുത്തെ ഗവൺമെന്റ് നടത്തിയ അഴിമതിയെ കുറിച്ച് പറയുന്നു. ശരിയാണ്. ഒരു മിനിറ്റ്. ഈ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ BJP-യുടെ ഗവൺമെന്റ് രാജ്യം മുഴുവൻ നടത്തുന്ന അഴിമതിയുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വെച്ച് PM കെയർ ഫണ്ട് വെച്ച് നടത്തിയ അഴിമതികൾ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ ആ അഴിമതികളെ കുറിച്ചൊന്നും പറയാതെ ഇവിടെ വന്ന അഴിമതികളുണ്ട് എന്ന് പറയുകയും ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തെയും അഭിസംബോധന ചെയ്യാതെ മുമ്പോട്ട് പോകുന്നു. എന്താണ് ഇപ്പൊ BJP പറയുന്നത്? രാഹുൽ ഗാന്ധി മട്ടൺ കഴിക്കുന്നു, മത്സ്യം കഴിക്കുന്നു. എന്തുകൊണ്ടാണ് പെട്രോളിന്റെ ഡീസലിന്റെ വില വിലക്കയറ്റത്തെ കുറിച്ച് പറയാത്തത്?